ഈ ദിവസത്തിന് മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ഹഗ് ഡേ ആണ്. അതായത് ഒരു ആലിംഗനം കൊണ്ട് ഒരാളുടെ ജീവിതം മാറ്റാൻ കഴിയോ? 2019 അമേരിക്കയിലെ ഒരു കോടതി മുറിയിൽ നടന്ന ലോകം മറക്കാത്തൊരു കാഴ്ചയുണ്ട്. തന്റെ സഹോദരനെ വെടിവെച്ചു കൊന്ന മുൻ പോലീസ് ഓഫീസർ ആംബർ ഗൈഗറിനോട് 18 വയസ്സുകാരനായ ബ്രാൻഡ് ജീൻ ഒരു കാര്യം ചോദിച്ചു: എനിക്ക് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ എന്ന്. അനുവാദം കിട്ടിയതും ആ കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് അവൻ അവളെ ആലിംഗനം ചെയ്തു. ലോകത്തെ ഏറ്റവും മനോഹരമായ ആലിംഗനങ്ങളിൽ ഒന്നായിരുന്നു അത്. തൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ട വേദനയേക്കാൾ, തൻ്റെ ഉള്ളിലെ വെറുപ്പിനേക്കാൾ അവൻ വില നൽകിയത് ക്ഷമയ്ക്കായിരുന്നു. ആ ആലിംഗനം പോലെ ചർച്ചയായ മറ്റൊരു ആലിംഗനവും ഉണ്ടായിട്ടേയില്ല. നോക്കൂ, വാക്കുകൾക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത മുറിവുകളൊക്കെ ഒരു ആലിംഗനത്തിലൂടെ മായുമെന്ന് ആ 18കാരൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത മനോഹരമായ കാഴ്ചയായിരുന്നു അത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പലരോടും നമുക്ക് ദേഷ്യമുണ്ടാകാം, വാശിയുണ്ടാകാം. പക്ഷേ വെറുപ്പും ദേഷ്യവും ഒക്കെ പേര് നടക്കുമ്പോൾ അത് നമ്മളെ തന്നെ തളർത്തുമല്ലേ? ഒരു ആലിംഗനം എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നും, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്നും, ഞാൻ കൂടെയുണ്ട് എന്നൊക്കെയും അർത്ഥമുണ്ടതിന്. പക്ഷേ നമ്മുടെ നാട്ടിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാ. ഒരു ആലിംഗനം ആവശ്യമായ എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ആരെങ്കിലും കണ്ടാലോ, അവരെന്ത് വിചാരിക്കും? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? സുഹൃത്തുക്കളെ, വിദ്വേഷം പരസ്യമായി പ്രകടിപ്പിക്കാൻ ആർക്കും മടിയില്ലാത്ത ഈ കാലത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മടിക്കുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെ ഭയക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ഈ നാഷണൽ ഹഗ് ഡേയിൽ ചെറിയ പിണക്കങ്ങൾ മാറ്റിവെക്കാം, പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർത്തു പിടിക്കാം. അത് കുടുംബത്തിലുള്ളവരാകട്ടെ, സുഹൃത്താകട്ടെ, സഹപ്രവർത്തകരാകട്ടെ, അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഒരാളാകട്ടെ, നമ്മുടെ ആ സ്പർശം ചിലപ്പോൾ മറ്റൊരാൾക്ക് നൽകുന്ന ആശ്വാസം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തെക്കാൾ വലിയ മരുന്നില്ലെന്നേ, ആലിംഗനത്തെക്കാൾ വലിയ ആശ്വാസവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി നാഷണൽ ഹഗ് ഡേ.